ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, സ്പെസിഫിക്കലി അറൌണ്ട് ജിം ബെൽറ്റ്സ്. അതായത് നമ്മൾ ജിമ്മിൽ യൂസ് ചെയ്യുന്ന ബെൽറ്റ്, നമ്മുടെ ലിഫ്റ്റിങ്ങിൻ്റെ സമയത്തെല്ലാം യൂസ് ചെയ്യുന്ന ബെൽറ്റിനെ കുറിച്ചൊരു ക്വിക്കായിട്ടുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ. അതായത് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു കാറ്റഗറി ഓഫ് യൂസേഴ്സ് അല്ലെങ്കിൽ ആളുകളെന്ന് പറഞ്ഞാൽ വളരെ ജിം എൻതൂസിയാസ്റ്റ് ആയിട്ടും റെഗുലറായിട്ട് ജിമ്മിന് പോയി ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലോസിനോ അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങിനോ അതുമല്ലെന്നുണ്ടെങ്കിൽ കാലിസ്റ്റിക്സ് അങ്ങനെയുള്ള പല പല ആവശ്യങ്ങൾക്ക് ജിമ്മിൽ റെഗുലറായിട്ടുള്ള പോകുന്ന ആളുകളാണ് ഇപ്പം വളരെ കൂടുതൽ. അപ്പം നോർമലി നമ്മൾ ജിമ്മിൽ ബിഗിനേഴ്സായിട്ട് പോയി കുറച്ച് വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആക്സസറീസ് വാങ്ങാറുണ്ട്, ജിം ആക്സസറീസ്. അതിലൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ജിം ബെൽറ്റ്. അപ്പോൾ ജിം ബെൽറ്റ് വാങ്ങാൻ പോകുമ്പോൾ എന്ത് ടൈപ്പ് ബെൽറ്റ് വാങ്ങണം എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ വരാറുണ്ട്. അത് മാത്രമല്ല, ഇത് മോസ്റ്റ്ലി ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം വാങ്ങുമ്പോഴത്തേക്കും നല്ലത് നോക്കി വാങ്ങാമെന്നും പറഞ്ഞ് ചിലർ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് എക്സ്ട്രാ പൈസ സ്പെൻഡ് ചെയ്ത് അവർക്ക് ആവശ്യമില്ലാത്ത ടൈപ്പ് ബെൽറ്റ് വാങ്ങും. അതേപോലെ ചില നല്ല ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ വളരെ ലോ ക്വാളിറ്റിയുള്ള ബെൽറ്റ് വാങ്ങി പിന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമെല്ലാം വന്ന് അതായത് ഒരു ലോസ് വരാറുണ്ട്. അപ്പം ജസ്റ്റ് ഒരു ക്വിക്ക് എങ്ങനത്തെ ടൈപ്സ് ബെൽറ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നും എങ്ങനെയുള്ള ആളുകളാണത് വാങ്ങേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ക്വിക്ക് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് കൊണ്ടുവരുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 3 ടൈപ്പ് ബെൽറ്റ്സ് ആണ് സാധാരണ ജിം ബെൽറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. അതിൽ ഒന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വാൽക്രോ ബേസ്ഡ് ആയിട്ടുള്ള ബെൽറ്റാണ്. ഇതിനെ സ്നാപ്പ് ഫിറ്റ് ബെൽറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് നോർമലി വാൽക്രോ ബേസ്ഡ് ആണ്. ഇതിനകത്ത് ഈ വാൽക്രോയിലാണ് ഈ ടെൻഷൻ മൊത്തം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് നേരെ നമ്മുടെ വേസ്റ്റ് ലൈനിലങ്ങ് ഇട്ട്, വേസ്റ്റ് ലൈനിലല്ല ആക്ച്വലി നമ്മുടെ ഇവിടെയാണ് ഇടേണ്ടത്, നമ്മുടെ ഈ നേവൽ സൈഡിലാണ് ഇടേണ്ടത്. ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ബക്കിളിൻ്റെ കൂടെ ഇങ്ങനെ ഈ വാൽക്രോ സ്ട്രിപ്പ് ഇട്ടിട്ട് ഇതിനെ ഫുൾ ടൈറ്റ്നെസ്സിൽ അങ്ങ് ടൈറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യും. നമ്മൾ ലിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ എന്താ പറയുക, ഇത് ആക്ച്വലി അതിന് മുമ്പ് ഫസ്റ്റ് നമ്മുടെ ബെൽറ്റ് യൂസേജ് എന്ന് പറഞ്ഞാൽ നടുവിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രമല്ല. അത് പലർക്കുള്ളൊരു കൺഫ്യൂഷനാണ്. നടുവിന് സപ്പോർട്ട് യെസ് നിങ്ങൾക്ക് കിട്ടും, പക്ഷേ നടുവിൻ്റെ സപ്പോർട്ട് സെക്കൻഡറി ആയിട്ട് നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു സെക്കൻഡറി എഫക്റ്റ് ആയിട്ടാണ് നടുവിന് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ പ്രൈമറി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനിൽ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബ്രീത്ത് പിടിക്കുമ്പോൾ ഒരു പ്രഷർ വരും. അപ്പോൾ പ്രഷറിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ബെൽറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അകത്തുള്ള മസിൽ ടിഷ്യൂസ് എല്ലാം ടൈറ്റായിട്ട് നിങ്ങളുടെ സ്പൈനൽ കോഡും അതേപോലെ നിങ്ങളുടെ ഇന്നർ മസിൽസും നല്ലോണം സ്ട്രോങ് ആയിട്ടിരിക്കും ആ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം നമ്മൾ നോർമലി ഇപ്പോൾ സ്ക്വാട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബ്രീത്ത് പിടിച്ചിട്ടാണല്ലോ താഴോട്ട് ഇറങ്ങി വീണ്ടും മേളിൽ വന്ന് നമ്മൾ ആ ബ്രീത്ത് അങ്ങ് വിടും. അപ്പോൾ ബ്രീത്ത് പിടിക്കുന്നതിനെ നല്ല രീതിയിൽ ടൈറ്റാക്കി കംപ്രസ് ചെയ്ത് ആ ഒരു മസിൽ കോഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. അത് ബെൽറ്റ് സപ്പോർട്ടഡ് ഫാക്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ബാക്കിനും സപ്പോർട്ട് കിട്ടുന്നത് ബെൽറ്റിന്. അപ്പം ഈ ഒരു ബെൽറ്റ് വളരെ ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ കടകളിലും അവൈലബിൾ ആണ്. ഇത് വലിയ കോസ്റ്റ് ഒന്നുമില്ല. വൺ ഓഫ് ദി ചീപ്പസ്റ്റ് അവൈലബിൾ ഓപ്ഷൻസ് ആണിത്. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു ആസ് എ സ്റ്റാർട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഹെവി ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ സാധനം അത്ര യൂസബിൾ ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക്, അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ. എൻ്റെ ഉള്ളൊരു ബേസിക് ടൈപ്പ് ബെൽറ്റാണ്. ഇതിൻ്റെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ എണ്ണം വരുന്നുണ്ട്. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് നിങ്ങൾക്കൊരു ബിഗിനർ ബെൽറ്റാണ്. അതേപോലെ ഇപ്പം നിങ്ങളൊരു ഫാറ്റ് ബേണിങ്ങിനൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കുള്ള നിങ്ങളുടെ വേസ്റ്റ് ലൈൻ ആയിരിക്കത്തില്ല നിങ്ങളൊരു 6 മന്ത്സോ അല്ലെങ്കിൽ 1 ഇയർ കഴിയുമ്പോഴത്തേക്കും ഉള്ളത് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യും. അതിനാണല്ലോ നിങ്ങൾ ജിമ്മിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പം അന്നത്തെ അളവിൽ വാങ്ങിയ സാധനം ചിലപ്പം വർക്കൗട്ട് ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഈ വാൽക്രോ സ്ട്രിപ്പ് എന്തായെന്ന് പോകും. അപ്പം പിന്നെ നിങ്ങൾക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് കുഴപ്പമില്ല, ഒരു ബേസിക് യൂസേജിന് നല്ലൊരു ഓപ്ഷനാണ് ഈ വാൽക്രോ ബേസ്ഡ് ആയിട്ടുള്ള സ്നാപ്പ് ഫിറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന സാധനം. ഇത് ഫസ്റ്റ് കാറ്റഗറിയാണ്. സെക്കൻഡ് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രോങ് ബെൽറ്റ്സ് എന്ന് പറയും. പ്രോങ് ബെൽറ്റ്സ് അതായത് ബക്കിൾ ബേസ്ഡ്. ഇത് വളരെ നോർമലായിട്ട് നമ്മൾ എല്ലാ ജിമ്മിലും നമ്മൾ കാണുന്ന ബെൽറ്റാണ്. ഇതിനകത്ത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇത് ഡബിൾ പ്രോങ് ആണ്. 2
ബക്കിൾസ് ഉണ്ട് ഇതിന്. ഇതേപോലെ സിംഗിൾ പ്രോങ് ഉണ്ട്, അതിനകത്ത് ഒറ്റ ബക്കിളെ കാണുള്ളൂ. ഡബിൾ പ്രോങ് ആണ് കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത്. സിംഗിൾ പ്രോങ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ സിംഗിൾ പ്രോങ്ങിന് നിങ്ങളുടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ബെൽറ്റ് നമ്മൾ ടൈറ്റായിട്ട് പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയി പോകും. അതുകൊണ്ടാണ് ഡബിൾ പ്രോങ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പർപ്പസ് അഗെയിൻ എല്ലാ ബെൽറ്റ്സിനെയും പർപ്പസ് സെയിം ആണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേസ്റ്റിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഹോൾസ് ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഹോളിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അതേപോലെ ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ നോർമൽ പാൻറ്റിൻ്റെ ബെൽറ്റ് ഇടുന്ന പോലെ നിങ്ങൾക്കിട്ട് ഇത് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പർപ്പസ്. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതേപോലെ കടകളിലും കിട്ടുന്ന സാധനമാണ്. ഇതിൽ ആകെപ്പാടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേസ്റ്റ് സൈസ് നോക്കി വാങ്ങുക. അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വണ്ണം കൂടിയാലും കുറഞ്ഞാലും നിങ്ങളുടെ വേസ്റ്റിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം നോക്കിയിട്ട് വാങ്ങുക. അതേപോലെ ഇതിൻ്റെ തിക്നെസ് കണ്ടല്ലോ, ഇത് നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള തിക്നെസ് ഉള്ള സാധനം വാങ്ങുക. അതേപോലെ ഈ ഒരു തിക്നെസ്സും നോക്കി വാങ്ങുക. ഇതിപ്പോൾ ഒരു 4 ഇഞ്ച് തിക്നെസ്സും പിന്നെ 2 ഇഞ്ചിൻ്റെ റെഡ്യൂസിങ് തിക്നെസ്സായിട്ട് വരുന്നതാണ്. പക്ഷേ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരു ലെവലിൽ കൂടുതൽ ഹെവി ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതെനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇതിൽ മേ ബി ഈ ഒരു 2 ഇഞ്ച് തിക്നെസ് ഉള്ളതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഫുള്ളി 4 ഇഞ്ച് തിക്നെസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ ഈ 2 ഇഞ്ച് തിക്നെസ്സിൽ നമ്മുടെ ബ്രീത്ത് ഹോൾഡിങ് അത്ര റെഗുലറായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അപ്പം ഇത് എൻ്റെ ഫീഡ്ബാക്കാണ്. അതേപോലെ വേറൊരു പ്രോബ്ലം വെച്ചാൽ നമ്മൾ ഈ ഫുൾ ടൈറ്റായിട്ട് നമ്മൾ കെട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ഹെവി ലിഫ്റ്റൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളി എക്സോസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഊരി മാറ്റുക എന്നുള്ളത് ഒരു ചെറിയൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല നമ്മൾ ഹെവി ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടൈറ്റ് ആക്കുക എന്നുള്ളതും ഒരു ചെറിയൊരു പ്രശ്നമാണ്, ഒരു മാനുവൽ എഫേർട്ടാണ്. അപ്പം അതുമാത്രമാണ് ഇതിനകത്തൊരു നെഗറ്റീവ് ഫാക്ടറായിട്ട് തോന്നിയത്. പക്ഷേ പോസിറ്റീവ് ഫാക്ടർ വളരെ സിമ്പിളായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പല പല ബ്രാൻഡ്സിൻ്റെയും കിട്ടും. നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ട് പോകേണ്ടെന്ന് ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ലോക്കൽ സാധനങ്ങൾ കിട്ടും. അതും അത്യാവശ്യം നല്ല രീതിയിൽ പോകും. പക്ഷേ ക്വാളിറ്റി മാത്രം നോക്കി വാങ്ങുക, തിക്നെസ് നോക്കി വാങ്ങുക. അതേപോലെ ഇതിൻ്റെ ഈ ഒരു പോർഷൻ തിക്നെസ് നോക്കി വാങ്ങുക. അപ്പോൾ ഇത് സെക്കൻഡ് കാറ്റഗറി ബെൽറ്റാണ്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി, ഇത് നിങ്ങൾ കൂടുതൽ കാണാൻ സാധ്യത കുറവാണ് നോർമൽ ജിമ്മുകളിലൊക്കെ. ഇതിനെ ലിവർ ബെൽറ്റ് എന്ന് പറയും. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിനകത്തും വളരെ ഹൈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബെൽറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ലിവർ ബെൽറ്റുകളിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ളൊരു സാധനമാണ്. ഇത് നോർമൽ ഇതിനകത്ത് മെക്കാനിക്കൽ പാർട്സ് കൂടുതലാണ്. പക്ഷേ ഇതുകൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ബിൽഡ് ക്വാളിറ്റി വളരെ പക്കയാണ്. അപ്പം ഞാൻ ഇതും മറ്റേതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ കൂടുതലാണ്. ഇത് ഏകദേശം ഒരു 10 mm തിക്നെസ് ഉള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. 4 ഇഞ്ചാണ് ഇതിൻ്റെ ഓവറോൾ കംപ്ലീറ്റ് തിക്നെസ്. അതായത് നിങ്ങൾ ഇത് ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെ കംപ്ലീറ്റ് വേസ്റ്റ് ലൈനിൽ 4 ഇഞ്ചിൻ്റെ തിക്നെസ്സിൽ ഇത് ഹോൾഡ് ചെയ്യും. അതേപോലെ ഇത് ഒരു ലിവറിൻ്റെ മെക്കാനിസമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഫിക്സ്ഡ് ലിവർ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു സ്ക്രൂ ബേസ്ഡ് ആണ്. അപ്പം ഇതിൻ്റെ തന്നെ ഇപ്പം പല വെറൈറ്റീസ് ഉള്ള സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വൺസ് നിങ്ങൾ ഫിറ്റാക്കി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് വേസ്റ്റിൻ്റെ സൈസ് കുറഞ്ഞെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഊരി വീണ്ടും ഫിക്സ് ചെയ്യേണ്ടി വരും. അല്ലാതെ നിങ്ങൾക്ക് ഇൻ ദ ജിം ഓൺ ദ ഗോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ജിമ്മിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ നമ്മുടെ ഓപ്പറേഷൻ വളരെ ഈസിയാണ്. മറ്റേതുപോലെ നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് വൺസ് നിങ്ങൾ ഈ സാധനം ഈ ലിവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ നോർമൽ ഫ്രീ ഹോൾഡിങ് പൊസിഷനാണ്. നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ സാധനം ജസ്റ്റ് ഒന്ന് താഴോട്ടൊന്നാക്കിയിട്ട് ഈ ലിവർ പിടിച്ച് റൈറ്റിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റായി. അപ്പോൾ കറക്റ്റ് എൻ്റെ 2 വിരൽ വയറിൻ്റെ ഭാഗത്ത് കയറി പോകുന്ന ഗ്യാപ്പേ ഉള്ളൂ. പിന്നെ ഇതിന് വളരെ നല്ല രീതിയിൽ നല്ല തിക്കായതുകൊണ്ടും സ്ട്രോങ് ആയതുകൊണ്ടും വളരെ നല്ലോണം നമ്മുടെ അബ്ഡോമിൻ പ്രഷർ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഹെവി ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒരു ഭയങ്കര ഡിഫറൻസ് വരും. നിങ്ങൾ ഈ ബെൽറ്റ് ഇട്ട് ലിഫ്റ്റ് ചെയ്യുന്നത് മറ്റേ ബെൽറ്റ് ഇട്ട് ലിഫ്റ്റ് ചെയ്യുന്നത് രണ്ട് വ്യത്യാസം ഉണ്ടാവും. അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ.
ബട്ട് എനിക്കിത് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഹെവി ലിഫ്റ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബെൽറ്റ് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ നോർമൽ റോങ് ബെൽറ്റ് പോലെ നിങ്ങളത് മൊത്തം ഊരി എടുത്ത് മാറ്റേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഈ ഒരു ലിവറിൽ ജസ്റ്റ് ഒന്ന് പിടിച്ച് തട്ടിക്കഴിഞ്ഞാൽ ലൂസായി ഇതിപ്പോൾ നോർമൽ റിലാക്സിങ് പൊസിഷനിലോട്ടങ്ങ് പോകും. അപ്പോൾ ഇതാണ് ഒരു അഡ്വാൻറ്റേജ്. ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫിക്സ്ഡ് ആണ്. പക്ഷേ ഇതും ഇപ്പം പുതിയ ടൈപ്പ് ലിവർ ബെൽറ്റ്സ് ഒക്കെ ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് ബെൽറ്റ്സ് വരുന്നുണ്ട്. ബട്ട് അഗെയിൻ ദ കോസ്റ്റ് മാറ്റേഴ്സ്. പിന്നെ ഈ ഒരു മെക്കാനിസം, നല്ല ക്വാളിറ്റിയുള്ള മെക്കാനിസം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. കുറച്ച് പ്രയാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ വാങ്ങിയിരിക്കുന്ന സാധനം ഇത് ഒരു കംപ്ലീറ്റ്ലി മെറ്റലാണ്. ഇതിനകത്ത് ഹാർഡ് പ്ലാസ്റ്റിക് വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഹാർഡ് പ്ലാസ്റ്റിക് ഒന്നും ലാസ്റ്റ് ചെയ്യില്ല. കാരണം നിങ്ങൾ നല്ല ഹെവി സ്ക്വാട്ടൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഈ ഇത്രയും പ്രഷറിൽ ഇരിക്കുന്ന സാധനം പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പം മെറ്റൽ ക്വാളിറ്റി ആണെങ്കിലും നല്ല മെറ്റൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നോക്കി വാങ്ങുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ നോക്കി അനലൈസ് ചെയ്ത് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഫീഡ്ബാക്സും അത് ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഞാനിത് ഓൺലൈനാണ് വാങ്ങിയത്. അപ്പം പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ എൻ്റെ സൈസ് ഇപ്പം കുറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും കുറച്ചുകൂടി വണ്ണം വെച്ചെന്നുണ്ടെങ്കിൽ എനിക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സാധനം ഞാൻ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ലെവല് മാറ്റി ഞാൻ ചെയ്യേണ്ടി വരും. ആ ഒരു നെഗറ്റീവ് ഭാഗം മാത്രമാണ്. പക്ഷേ യെസ്, വൺ ടൈം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 5-8 കൊല്ലം 10 കൊല്ലമൊക്കെ സുഖമായിട്ട് പോകും. അൺടിൽ അൺലെസ് ഞാനിത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇതിനകത്ത് തന്നെ ഏറ്റവും ഇലൈറ്റായിട്ട് SBD എന്നും പറഞ്ഞ ബ്രാൻഡാണ് ഏറ്റവും ഇലൈറ്റ്, അതായത് ഏറ്റവും ടോപ്പ് പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനം. നമ്മുടെ ഇന്റർനാഷണൽ സ്ട്രോങ്മെൻ കോമ്പറ്റീഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് SBDയുടെ ബ്രാൻഡാണ്. പക്ഷെ അത് വളരെ കോസ്റ്റ്ലിയാണ്, എക്സ്ട്രീം കോസ്റ്റാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 3 ടൈപ്പ് ബെൽറ്റ്. ഇതിൽ നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ വെൽക്രോ ബേസ്ഡ് ആയിട്ടുള്ള ബെൽറ്റ്സ് നിങ്ങൾക്ക് വാങ്ങാം. അതല്ല നിങ്ങൾ കുറച്ചുകൂടെ ഒരു മീഡിയം ലെവലിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈവൻ ബിഗിനേഴ്സിന് പോലും റോങ് ബെൽറ്റ് വളരെ ഈസിലി അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങളൊരു അഡ്വാൻസ് ലെവൽ ലിഫ്റ്റർ ആവുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് അതായത് ക്വിക്ക് റിലീസ് അതേപോലുള്ള അഡ്വാൻറ്റേജസ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ ലിവർ ബെൽറ്റിലോട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ വീഡിയോ. ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് യു ഇൻ ഡിസൈഡിങ് ഓൺ വിച്ച് ബെൽറ്റ് ടു ഗോ വിത്ത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഈ വീഡിയോയിൽ ഇടുക. ഇനിയും ഫ്യൂച്ചർ വീഡിയോസ് ഇങ്ങനെയുള്ള ഹെൽത്ത് കണ്ടന്റ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. Thanks a lot for watching. Have a great day. Stay strong.